പ്രേക്ഷകർക്ക് മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പിരിയില്ല തീർച്ച, കാരണം അറിയാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫയൽ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ 563 എന്ന അക്കം ഫയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഒരുപാട് സ്വപ്നങ്ങളുമായി ആ വ്യക്തിയുമായി കൂട്ട് പിടിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുവരെ കണ്ട, അതുവരെ കേട്ട ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ആ വ്യക്തിയുമായി അടുത്തു. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി നിങ്ങൾക്ക് പറ്റിയ ഒരാളാണെന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞു. സമ്പൂർണ്ണമായിട്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും സംതൃപ്തിയോടെ മുന്നോട്ട് പോകാനും കണ്ടെത്താനും കഴിഞ്ഞു. പക്ഷേ മറ്റുള്ള ചില ആളുകൾക്ക് നിങ്ങളുടെ ഈ ബന്ധത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നിങ്ങളോടോ നിങ്ങളുടെ വ്യക്തിയോടോ ഉള്ള അസൂയ കൊണ്ട് അവർ നിങ്ങൾക്കും ആ വ്യക്തിക്കും എതിരെ, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനെ എതിർത്തുകൊണ്ട് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞു. അത് നിങ്ങളോട് പറയുകയും മറ്റുള്ളവരോട് പറയുകയും നിങ്ങൾ പറഞ്ഞ കാര്യം ആ വ്യക്തി അറിയിക്കുകയും, അങ്ങനെ ഒരുപാട് തലങ്ങും വിലങ്ങുമായ ഒരുപാട് സംഭാഷണങ്ങളും ചില വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അതിനിടയിൽ നടന്നു. പലപ്പോഴും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങളിൽ നിന്ന് അകറ്റുവാനുള്ള പല ശ്രമങ്ങളുണ്ടായി. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെയും അറിയാവുന്നൊരു നിലയ്ക്കാണ് കാര്യങ്ങൾ പോയിട്ട്. പക്ഷേ ഇടയിൽ എവിടെയോ നിങ്ങൾ ഒന്ന് ഇടറിപ്പോയി, നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ മനസ്സ് ഇടറിപ്പോകുക എന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഒരുപാട് വിഷമമുണ്ടായി. ഞങ്ങൾക്ക് നാളെ ഏതെങ്കിലും തരത്തിലുള്ള അകലേണ്ടി വരുമോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ഘട്ടത്തിൽ വർദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നി. ഞങ്ങൾ പിരിയുന്നൊരവസ്ഥയിലേക്ക് എത്തുമോ? അല്ലെങ്കിൽ വാശി കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടോ പരസ്പരം പൊതുവെ പറയാത്ത ചില വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നിങ്ങളുടെ ഇടയിലുണ്ടായി. പക്ഷേ ആരാണോ നിങ്ങളെ അകറ്റാൻ വന്നത്, ആരാണോ നിങ്ങളെ തകർക്കാൻ വന്നത്, അവർക്ക് മറ്റൊരു പ്രതിസന്ധി ഉണ്ടാകുകയും അവർ മാറിപ്പോവുകയും ചെയ്തു. അതുമാത്രമല്ല, അവർക്ക് നിങ്ങളുടെ ഈ ആത്മാർത്ഥമായ ബന്ധത്തെ തകർക്കുവാനായി, അതിനെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അവർ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയാതിരുന്നത് മൂലം, അവർക്ക് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത് മൂലം നിങ്ങൾക്ക് ആ വ്യക്തിക്കും കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞു. അല്ലെങ്കിലും അതിനൊരു നിമിത്തമായി അത് ഭവിക്കുമെന്നുള്ളതാണ്. നിങ്ങളെയും ആ വ്യക്തിയെയും പിരിക്കാൻ, രണ്ടാക്കുവാനായിട്ട് ശ്രമിച്ചവർക്കൊക്കെ പരാജയം ഓരോ ഘട്ടത്തിലും സംഭവിക്കും. അവർ ഒന്നുമല്ലാതെ പോകുന്നൊരവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളെപ്പോഴും ഭദ്രമായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അതിനൊരു ആത്മീയമായ ചൈതന്യമോ അതിന് ആത്മീയമായൊരു വലയമോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. തെറ്റിദ്ധാരണയ്ക്കും അകലങ്ങൾക്കും അതീതമായിട്ട് നിങ്ങൾ എന്നെന്നും ഒരുമിച്ച് നിൽക്കും. അതായത് രണ്ടാമത്തെ അക്കം തിരഞ്ഞെടുത്ത റീഡിങ്ങിലേക്ക് പോകാം. വലിയ പ്രാധാന്യമില്ലാത്ത 2 വ്യക്തികൾ, ഒരുപക്ഷെ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അങ്ങനെ തന്നെ പറയാം. ഒറ്റയ്ക്ക് നിന്നപ്പോൾ യാതൊരു പ്രാധാന്യവുമില്ലാതെ, യാതൊരു പ്രസക്തിയുമില്ലാതെ നിന്ന 2 പേര്, അതാണ് നിങ്ങൾ 2 പേരും. പക്ഷെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ നിങ്ങൾക്ക് 2 പേർക്കും ശക്തി ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് 2 പേർക്കും ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരവസരം ലഭിച്ചിരിക്കുന്നു. ഒരുമിച്ച് നിന്നപ്പോൾ എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഒറ്റയ്ക്ക് നിന്നപ്പോൾ ആരും നിങ്ങളെ പരിഗണിച്ചില്ല. നിങ്ങൾ ആഗ്രഹിച്ച ആളുകൾ നിങ്ങളെ പരിഗണിച്ചില്ല. ആ വ്യക്തിയെ ആഗ്രഹിച്ചിരുന്ന ആളുകൾ ആ വ്യക്തിയെ പരിഗണിച്ചില്ല. പക്ഷേ എപ്പോഴോ നിങ്ങൾ ഒരുമിച്ച് മുന്നേറി. നിങ്ങൾ യാദൃശ്ചികമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവസാന ലാപ്പിൽ നിങ്ങളെ പരസ്പരം തിരഞ്ഞെടുത്തപ്പോൾ ഒരു വലിയ ശക്തിയായിട്ട് ഇപ്പോൾ നിങ്ങൾ മാറിയിരിക്കുന്നു. അത് അസൂയാലുക്കളുണ്ടാകാം. അവർക്ക് ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവാം, ഒന്നുകിൽ നിങ്ങളുടെ വ്യക്തിയെ മുൻപേ സ്വന്തമാക്കാമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ മുമ്പേ സ്വന്തമാക്കാമെന്ന് കരുതുന്നവരുണ്ട്. ഏതായാലും വലിയൊരു അനുഗ്രഹത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾ ഒന്നായിരിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും നിങ്ങൾ 2 പേരും ഒരുമിച്ചപ്പോൾ അത് വലിയൊരു വിജയമായി. ഈ അക്കത്തിൻ്റെ ആ ഒരു ഓരോ അക്കങ്ങളും
നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു പെർഫെക്റ്റായിട്ടുള്ളൊരു അക്കത്തിലേക്ക് എത്തപ്പെടുന്നു. അത് ഒരുമിച്ച് കൂട്ടുമ്പോൾ അത് ശക്തമായൊരു അക്കമായി മാറുന്നു. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളെ പിരിപ്പിക്കാൻ, നിങ്ങളെ രണ്ടാക്കുവാനായിട്ട് ആര് ശ്രമിച്ചാലും സാധിക്കില്ല. അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും. കാരണം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ശക്തിയും ആർജവവും ജീവിതാനുഭവവും നിലപാടും നയവും ആർജിച്ചിരിക്കുന്നു നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾ സ്വയമേവ തകരുകയുമില്ല. അതിശക്തമായ സാന്നിധ്യത്താൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല ഭൗതികമായ നേട്ടങ്ങളും ആത്മീയമായ ആത്മസംതൃപ്തിയും നേടിക്കൊണ്ട് നിങ്ങൾ ഒരുമിച്ച് മുന്നേറും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി നൽകിയിരിക്കുന്ന ഒരു ഗ്യാരണ്ടിയാണെന്ന് പറയാം. ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരുന്നപ്പോൾ അനുഭവിച്ച ദുഃഖങ്ങളുടെയും പ്രതിസന്ധികളുടെയും അവഗണനയുടെയും ഒരു ഫലമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളെ ആർക്കും പിരിപ്പിക്കാൻ കഴിയില്ല, രണ്ടാക്കാൻ കഴിയില്ല. ഒരുമയോടെ മുന്നോട്ട് പോകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.